ഇനി നമുക്ക് ആദ്യ സെഗ്മെന്റായ സ്വപ്നഗ്രഹം കാണാം. ഒരു ഒറ്റനില വീടിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ സെഗ്മെന്റിൽ ഇന്ന് കാണുക. വിശാലമായ ലാൻഡ്സ്കേപ്പിന് മധ്യേ കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ മനോഹാരിതയുമായി ഒരു വീട്. ഇത് മേച്ചേരി മഠം. മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പുതുപ്പടി ഗ്രാമത്തിലാണ് ഒറ്റനില വീടിന്റെ സമസ്ത സൗന്ദര്യവുമായി ഈ വീട് നിലകൊള്ളുന്നത്. ഹരിതസാന്ദ്രത നിറഞ്ഞ വിസ്തൃതമായ ലോണിന്റെ മധ്യത്തിലൂടെ നീളുന്ന പെർമൻ ടൈൽസ് വിരിച്ച വലിയ മുറ്റം, കാർ പോർച്ച്, നീണ്ട മുൻവരാന്ത, വരാന്തയ്ക്കും കാർ പോർച്ചിനും സപ്പോർട്ടീവായി നിലകൊള്ളുന്ന നിരവധി പില്ലറുകൾ, പിന്നെ നിരവധി മുഖപ്പുകൾ നൽകി ഒരുക്കിയതും ഓടുമേഞ്ഞതുമായ ചെരിഞ്ഞ മേൽക്കൂര. ഇങ്ങനെ ആകർഷകമായൊരു കാഴ്ചയാണ് ഈ വീട്. മൂവാറ്റുപുഴയിലെ പ്രമുഖ ഗോൾഡ് മർച്ചന്റായ ശ്രീ കെ എ മൂസയുടേതാണ് ഈ വീട്. മൂസയും ഭാര്യയും 2 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെട്ട കുടുംബത്തിന്റെ സ്വപ്നഗൃഹമാണിത്. മൂവാറ്റുപുഴ നഗരത്തിന്റെ തിരക്കുകളിൽ ജനിച്ചു വളർന്നയാളാണ് മൂസ. അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു വീട് നിർമ്മിക്കുന്നുവെങ്കിൽ അതൊരു ഗ്രാമത്തിന്റെ ശാന്തതയ്ക്ക് മധ്യേ മതി എന്നിദ്ദേഹം തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് പുതുപ്പാടി ഗ്രാമത്തിന്റെ ശാന്തതയ്ക്ക് മധ്യേ വിശാലമായൊരു പ്ലോട്ടിൽ അദ്ദേഹം ഈ വീട് നിർമ്മിച്ചത്. പഴയകാല കേരളീയ ഗൃഹങ്ങളുടെ ശൈലിയിൽ ഒറ്റ നിലയിലുള്ള ഒരു വീട് മതി എന്നതും മൂസയുടെ തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഗൃഹാതുരത്വമുണർത്തുന്ന പഴയ വാസ്തുശൈലിയിൽ ഈ വീട് നിർമ്മിച്ചത്. വിശാലമായ ഒരു ലാൻഡ്സ്കേപ്പിന്റെ നടുവിലാണ് ഈ വീട്. ആദ്യ ദർശനത്തിൽ തന്നെ സുന്ദരമായ ഒരു കാഴ്ചയായി ഈ വീട് മനസ്സിൽ പതിയുന്നത് അതുകൊണ്ട് തന്നെയാണ്. 50 സെന്റ് വിസ്തൃതിയുള്ള ഒരു പ്ലോട്ടിലാണ് ഈ വീട്. റോഡിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് പ്ലോട്ടിന്റെ പിന്നിലേക്ക് വീടിനെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം. അതുകൊണ്ട് തന്നെ വീടിന്റെ മുന്നിലും വശങ്ങളിലുമൊക്കെ വലിയ ലോൺ ഒരുക്കുവാനായി. ലോണിന്റെ പച്ചപ്പിന് നടുവിലൂടെയാണ് പിഗ്മെന്റ് ടൈലുകളുടെ ഭംഗി നിറഞ്ഞ ഡ്രൈവേയും മുറ്റവും. ഈ ലോണും മുറ്റവുമൊക്കെ ഈ വീടിന് അസാധാരണമായൊരു ഭംഗി നൽകുന്നുണ്ട്. ഒറ്റ നിലയിൽ നിർമ്മിച്ച വീട്, ചെരിഞ്ഞ മേൽക്കൂര, മേൽക്കൂരയ്ക്ക് മേൽ എർത്തി കളറിലുള്ള മേച്ചിലോട്, മേൽക്കൂരയ്ക്ക് മേൽ അഴകിന്റെ ത്രികോണ ചിഹ്നങ്ങളായി നിരവധി മുഖപ്പുകൾ. അങ്ങനെ ഏറെ ആകർഷകമായ ഒരു എലിവേഷൻ ബ്യൂട്ടി കൂടിയുണ്ട് ഈ വീടിന്. 2 ഗേറ്റുകളാണ് ഈ വീടിന്. വാഹനങ്ങളുടെ വരവ് പോക്കിനായുള്ള ഈ മെയിൻ ഗേറ്റ്, പിന്നെ ഈ വിക്കറ്റ് ഗേറ്റും. വീടിന്റെ മുന്നിലായി കാർ പോർച്ച്. 2 കാറുകൾക്ക് സൗകര്യപ്രദമായി പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതാണ് കാർ പോർച്ച്. കാർ പോർച്ചിലും വീടിന്റെ മുൻവരാന്തയോട് ചേർന്നും നിരവധി പില്ലറുകളുണ്ട്. ഇതൊക്കെയും ചേർന്നാണ് ഈ വീടിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത്. വീടിന്റെ മുന്നിലായുള്ള ഈ നീളൻ വരാന്ത ഒരു മുന്നറിയിപ്പിന്റെയോ സിറ്റൌട്ടിന്റെയോ ധർമ്മം നിറവേറ്റുന്നുണ്ട്. പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കാൻ പാകത്തിലും താൽക്കാലിക സന്ദർശകർ വന്നാൽ ഇരിക്കാൻ പാകത്തിലുമായി കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും വരാന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ വരാന്തയിൽ നിന്നാണ് വീട്ടിലേക്കുള്ള എൻട്രി. ടീക്ക് വുഡിൽ തീർത്ത മനോഹരമായ ഈ നിർമ്മിതിയാണ് ഇവിടുത്തെ പ്രധാന വാതിൽ. ഈ വാതിൽ തുറക്കുന്നത് വിശാലമായ ഈ മുറിയിലേക്കാണ്.
ഇതിവിടുത്തെ ഫോമൽ ലിവിംഗ് സ്പേസ് ആണ്. ഇതിനപ്പുറം ഒരു ഫോയർ. ആ ഫോയറിന് ഇടതുവശത്തായി ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ്. അതാണ് ഇത്. ലിവിംഗ് ഏരിയയിലെ ഫോയർ നേരെ നീളുന്നത് ഒരു നടുത്തളത്തിലേക്കാണ്. വലിയൊരു നടുമുറ്റമാണ് ഇവിടെ. ആ നടുമുറ്റത്തിന് 4 ചുറ്റുമായി വരാന്തകൾ. ആ വരാന്തകളോട് ചേർന്നാണ് ഈ വീട്ടിലെ ഇതര സൗകര്യങ്ങൾ. വരാന്തയിൽ ഓപ്പൺ സ്റ്റൈലിലാണ് ഡൈനിങ് സ്പേസ്. നടുമുറ്റത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി കിച്ചൺ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി മാസ്റ്റർ ബെഡ്റൂം, നിസ്കാരമുറി, മറ്റൊരു കിടപ്പുമുറി എന്നിവ. നടുമുറ്റ വരാന്തയുടെ മറ്റൊരോരം ചേർന്ന് ഇവിടുത്തെ 4ാമത്തെ കിടപ്പുമുറി. ഇത്രയുമാണ് ഈ വീട്ടിലെ അകമുറി സജ്ജീകരണങ്ങൾ. ഇങ്ങനെ ഒട്ടും സങ്കീർണതയില്ലാത്ത ഒരു ഫ്ലോർ പ്ലാനാണ് ഈ വീടിന്. വളരെ ഭംഗിയോടെയാണ് ഇവിടുത്തെ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അതിഥികളെ ആദരവോടെ ഇരുത്താൻ പാകത്തിൽ ലെതർ സോഫ സെറ്റുകൾ കൊണ്ട് ഫർണിഷ് ചെയ്ത മുറി. ഫർണിഷിംഗിലെ മിതത്വവും അതിന്റെ കളർ കോമ്പിനേഷനും ഏറെ ആകർഷകം. ലിവിംഗ് ഏരിയയോട് അഡ്ജസ്റ്റന്റായി തന്നെയാണ് ഗസ്റ്റ് ബെഡ്റൂം. 2 കട്ടിലുകൾ നൽകിയുള്ള ശയ്യാ സംവിധാനം, പ്രത്യേക ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് ഈ ഗസ്റ്റ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. ഭംഗിയേറിയ കർട്ടൻ വർക്കുകളുമുണ്ട് ഈ കിടപ്പറയ്ക്ക്. ഈ വീടിന്റെ ഡിസൈനിലെ ആകർഷകമായൊരു ഘടകം ഈ നടുമുറ്റമാണ്. മഴയും വെയിലുമൊക്കെ വീട്ടിനുള്ളിലിരുന്ന് ആസ്വദിക്കാൻ പാകത്തിലാണ് ഇതിന്റെ നിർമ്മാണം. മുകൾ വശം ഓപ്പണായി തന്നെ നിലനിർത്തിയതിനാൽ മഴയും വെയിലും വീട്ടിനുള്ളിലേക്ക് കടന്നുവരും. നടുമുറ്റത്ത് നിറയെ മാർബിൾ പെബിൾസ് നിരത്തിയതും ചുറ്റും ഹാൻഡ് റെയിൽസ് നൽകിയതും ആകർഷകമായ കാഴ്ച തന്നെ.